നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി ഇന്റഗ്രേറ്റഡ് ബി.എഡിനെ കുറിച്ചുള്ള വാർത്തകളാണ് പത്രം നിറയെ. എങ്ങനെയായിരിക്കും ഇന്റഗ്രേറ്റഡ് ബി.എഡ് നടത്താൻ പോകുന്നത്, ഏത് വർഷം മുതൽ ആരംഭിക്കും എന്നൊക്കെയുള്ളത് വളരെ വിശദമായി തന്നെ നമ്മുടെ ചാനലിലും വീഡിയോ വന്നിരുന്നു. അന്നൊക്കെ തന്നെ പലരും ചോദിച്ചിരുന്ന ഒരു സംശയമാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ എന്താവും ഗവൺമെന്റിന്റെ തീരുമാനം എന്നുള്ളത്. സ്പെഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ നാട്ടിലുള്ളത് DLED കോഴ്സുകളാണ്. 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇപ്പോൾ കേരളത്തിൽ റൺ ചെയ്യുന്നത്. ഈ കോഴ്സുകളൊക്കെ തന്നെ എങ്ങനെയായിരിക്കും വരും ഭാവിയിൽ മാറാൻ പോകുന്നത്? സാധാരണയായി നമ്മൾ നടത്തി വരുന്ന TTC അല്ലെങ്കിൽ DLED എന്ന് പറയുന്നത് പൂർണ്ണമായും നിർത്തലാക്കപ്പെടാൻ പോകുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള DLEDും നിർത്തുമോ എന്നുള്ളതായിരുന്നു സംശയം. ഇന്നിപ്പോൾ പത്രങ്ങളിലെ ഒരു പ്രധാന വാർത്തയായിരുന്നു സ്പെഷ്യൽ ബി.എഡ് കോഴ്സുകൾ തുടങ്ങുന്നതിനായിട്ട് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, ആ ഒരു അതോറിറ്റിയാണ് നമുക്ക് സ്പെഷ്യൽ ബി.എഡ് നടത്തുന്നതിന് കോളേജുകൾക്ക് പെർമിഷൻ തരുന്നത്. നമ്മുടെ NCTE പോലെ തന്നെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് നമുക്ക് സ്പെഷ്യൽ ബി.എഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ സിലബസുകൾ തീരുമാനിക്കുന്നതും അതിന്റെ കോഴ്സ് സ്ട്രക്ചറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും അവരാണ്. അപ്പോൾ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ഇനി വരുന്ന വർഷങ്ങൾ, അതായത് 2024-25 അക്കാഡമിക് ഇയർ മുതൽ പുതിയതായി അവർ ഒരു കോളേജുകൾക്കും ഈ 2 ഇയർ ബി.എഡ് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകുന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ബി.എഡ് എങ്ങനെയാണോ നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനും വരാൻ പോകുന്നു എന്നുള്ളതുമാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ 4 വർഷത്തെ നോർമൽ ബി.എഡ് ഇന്റഗ്രേറ്റഡ് ബി.എഡ് പോലെ തന്നെ വേണമെങ്കിൽ സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷനും കൂടി ചെയ്യത്തക്ക രീതിയിലുള്ള സ്പെഷ്യൽ ബി.എഡ് ഉൾപ്പെടെയുള്ള ഇന്റഗ്രേറ്റഡ് ബി.എഡുകൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ 1 ഇയർ നമ്മൾ ഡിഗ്രിയുടെ 4th ഇയർ നമ്മൾ ബി.എഡ് പഠിക്കുന്നത് പോലെ നമുക്ക് സ്പെഷ്യൽ ബി.എഡ് പഠിച്ചു കഴിഞ്ഞാൽ 4 ഇയർ ഇന്റഗ്രേറ്റഡ് സ്പെഷ്യൽ ബി.എഡിന്റെ ഡിഗ്രി കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തുറന്നു വരുന്നത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൗൺസിൽ ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല. റീഹാബിലിറ്റേഷൻ കൗൺസിലിന്റെ അപ്രൂവൽ ഇല്ലാതെ നമുക്ക് കോളേജുകൾ റൺ ചെയ്യാനുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലും 2 വർഷത്തെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോഴ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് NEP-യുടെ നിബന്ധന അനുസരിച്ച് 2030 വരെ വേണമെങ്കിൽ, അത് ഇടയ്ക്ക് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യും എന്ന് പറയാൻ കഴിയില്ല. 2025 കൂടി തന്നെ ഇന്റഗ്രേറ്റഡിലേക്ക് പൂർണ്ണമായി മാറുകയാണെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന 2 വർഷത്തെ DLED കോഴ്സ്, അതായത് സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ DLED കോഴ്സ് സ്റ്റോപ്പ് ചെയ്യാനാണ് സാധ്യത. അതിനനുസരിച്ച് ഇന്റഗ്രേറ്റഡിലേക്ക് പതിയെ മാറുന്ന ഒരു കാലഘട്ടം വരും എന്നുള്ളത് ഇന്നത്തെ ഒരു അവരുടെ പത്ര റിപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഇന്റഗ്രേറ്റഡിലേക്ക് മാറുന്നു. അതാണ് നമ്മൾ ഇന്ന് അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതുപോലെ ഇന്റഗ്രേറ്റഡ് ബി.എഡിന്റെ കാര്യത്തിലും ഒക്കെ ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ നിവർത്തി വരുത്തണമെങ്കിൽ ഒരു വ്യക്തമായൊരു ധാരണ ഗവൺമെന്റിന്റെ പഠനശേഷമുള്ള റിപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. സർവീസിലുള്ള പലരും തന്നെ ഡിഗ്രി എടുക്കണോ PG എടുക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു ക്ലിയർ ആയിട്ടുള്ളൊരു മറുപടി തരാൻ എനിക്കും ഇപ്പോൾ സാധിക്കില്ല. കാരണം നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് മാറി മറിയാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ ഈ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ സ്റ്റഡി റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും വരാൻ പോകുന്നത്. 4 ഇയർ ഇന്റഗ്രേറ്റഡ് ബി.എഡിന്റെ പല യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള സാധ്യതകളെ കുറിച്ചാണ് ഗവൺമെന്റ് പഠിക്കുന്നതും ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നോംസിലൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡ് അലോൺ കോളേജുകളായ ബി.എഡ് മാത്രം റൺ ചെയ്യുന്ന കോളേജുകളുടെ ഭാവിയെക്കുറിച്ചുമൊക്കെ ഒത്തിരി പേര് ആശങ്ക ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ തന്നെ മാനേജ്മെന്റുകൾക്ക് കാശ് കൊടുത്തിട്ട് അടുത്ത വർഷത്തേക്ക് അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് ബി.എഡിന്. അപ്പോൾ അടുത്ത വർഷം അവർ കോളേജ് തുടങ്ങുമോ, ഞങ്ങളുടെ പൈസ പോകുമെന്നൊക്കെ പലരും വിളിച്ച് പേഴ്സണലായിട്ടൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ നമുക്ക് ഗവൺമെന്റിന്റെ തീരുമാനത്തിനനുസരിച്ച് കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ എല്ലാം നല്ലതായി ഭവിക്കും എന്നുള്ളൊരു പോസിറ്റീവ് രീതിയോടുകൂടി നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ കഴിയൂ. നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നും ഏതൊക്കെ കോളേജുകളാണ് പൂട്ടാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് വരും ഭാവിയിൽ മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടുകൂടി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി കാത്തിരിക്കുക. കാരണം ഒരിക്കലും ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസത്തെ തകരാറിലാക്കുന്ന രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നിയമങ്ങൾ ഉണ്ടാവാറില്ല. ഒരു നിയമം വരുന്നുവെങ്കിൽ മിനിമം നമുക്കൊരു 3-4 അല്ലെങ്കിൽ 5 വർഷം വരെയെങ്കിലും അത് ഇന്ന വർഷം നിർത്തും എന്നല്ലെങ്കിൽ ഇന്ന വർഷം വരെ അതിന് വാലിഡിറ്റി ഉണ്ടാവൂ എന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ അറിയിപ്പ് ഉണ്ടായ ശേഷമേ ആ ഒരു നിയമം പ്രാബല്യത്തിൽ വരുള്ളൂ. അതൊരു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളിന്റെ അവകാശമായി തന്നെ നമുക്കതിനെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥിയുടെ അവകാശമായി തന്നെ കരുതാം. അപ്പോൾ അങ്ങനെയുള്ള അവകാശങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവില്ല എന്നുള്ളൊരു പോസിറ്റീവ് ചിന്താഗതി
ചിന്താഗതിയോടുകൂടി ഈ വരുന്ന മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊള്ളാനായി തയ്യാറെടുക്കുക. എന്തൊക്കെയാണ് ചേഞ്ചസ് എന്നുള്ളത് സമയാസമയം നിങ്ങളെ അറിയിക്കാനായി ഞങ്ങളുടെ ചാനൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. കൃത്യമായ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നത് ആ ഒരു കാര്യത്തിലൂടെയാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. കമൻറ്റ് സംശയങ്ങളൊക്കെ തന്നെ കമൻറ്റ് ബോക്സിലേക്ക് എത്തുക. ഞങ്ങളെന്നും നിങ്ങളോടൊപ്പം.